ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി പാർലമെന്റ് പിരിഞ്ഞു. രണ്ടാം ഘട്ടം മാർച്ച് 9-ന് ആരംഭിക്കും. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 2 വട്ടം ലോക്സഭ ഇന്നും സ്തംഭിച്ചിരുന്നു. എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിയ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സഭയെ ഇളക്കിമറിച്ചുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളും സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസുമടക്കം പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായ 12 ദിനങ്ങളാണ് കടന്നുപോയത്. ഡി ധനസുമോദ് ചേരുകയാണ്. വിശദാംശങ്ങളുമായി ധനസുമോദ്, ഇന്ന് 2 വട്ടം സ്തംഭിച്ചു മാത്രമല്ല, ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മാർച്ച് 9-ന് തുടങ്ങും. പക്ഷേ സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ 12 ദിവസവും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. മഹേഷ് പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും പാർലമെന്റ് ഇത്തവണ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. സാധാരണ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവാറുള്ളതാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ ഉള്ള ഒരു അധികാരമാണ്. അദ്ദേഹം പ്രസംഗിക്കുക എന്നുള്ളത് ഒരു കീഴ്വഴക്കം തന്നെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ സഭയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കില്ല എന്നൊരു കടുത്ത നിലപാട് തന്നെയായിരുന്നു പ്രതിപക്ഷം എടുത്തത്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കാനായില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ 2 പ്രസംഗങ്ങളും സഭയെ ഇളക്കി മറിച്ചതായിരുന്നു. എപ്സ്റ്റീൻ ഫയലിൽ അടക്കം പേര് വന്നത് അടക്കമുള്ള കാര്യമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അനിൽ അംബാനി ഉൾപ്പെടെയുള്ളവരുടെ പേര് വന്നതുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ളതായിരുന്നു ഒരു പ്രസംഗം. മറ്റത് നരവനയുടെ പുസ്തകം ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ പുസ്തകം ഇതുവരെ പുറത്തിറക്കാത്തതിനാൽ അത് ഒരിക്കലും സഭയിൽ ഉദ്ധരിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. അതിൻ്റെ ചൊല്ലിയാണ് ദിവസങ്ങളോളം സഭ മുടങ്ങിയത്. പിന്നീട് സഭ ചേർന്ന് കഴിഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധിയുടെ തീവ്രമായ പ്രസംഗം സഭയിൽ പ്രതിപക്ഷത്തിന് വലിയ തരത്തിലുള്ള ഒരു ആവേശം നിറക്കുന്ന പ്രസംഗമായിരുന്നു. പക്ഷേ BJP അംഗങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു അസ്വസ്ഥതയാണ് ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുക എന്നുള്ള രീതി പോലും ഏറ്റവും ഒടുവിൽ എടുക്കേണ്ടി വന്നു. ഹർദീപ് പുരിയുടെ അബ്സ്റ്റീൻ ഫയലിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നതോടുകൂടിയാണ് പലവട്ടമാണ് പേര് വന്നിരിക്കുന്നത്. സഭയിൽ നിന്നും ഹർദീപ് പുരിയെ പുറത്താക്കണം, അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് പുറത്താക്കണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് സഭ സ്തംഭിപ്പിച്ചത്. 11 മണിക്കും 12 മണിക്കും സഭ ചേർന്നെങ്കിലും മിനിറ്റുകൾ പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് ലോക്സഭ 12:05 ആയപ്പോൾ അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് 1 മണിയോടടുത്താണ് രാജ്യസഭയും പ്രവർത്തനം അവസാനിപ്പിച്ചത്. അങ്ങനെ ഈ സമ്മേളന കാലഘട്ടത്തിൻ്റെ 1-ാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇനി മാർച്ച് 9-നാണ് 2-ാം ഘട്ടം ആരംഭിക്കുന്നത്.